തുടർച്ചയായ നാലാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയതും ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് ശേഷവും നിഫ്റ്റി 25,100 മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയതും വരും സമയങ്ങളിലും മാർക്കറ്റ് അതിൻ്റെ ബുള്ളിഷ് ട്രെൻഡ് തുടരും എന്നുള്ള സൂചനയാണ് നൽകുന്നത്. RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൻ്റെയും US താരിഫ് നെഗോഷ്യൻസിൻ്റെയും പശ്ചാത്തലത്തിൽ ഇന്ന് നിഫ്റ്റി 0.4% ഉയരുകയും ചെയ്തു. നിഫ്റ്റിയേക്കാളും മികച്ച പെർഫോമൻസ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളാണ് കാഴ്ചവെച്ചത്. സ്മോൾ ക്യാപ് ഇൻഡെക്സ് 1.6%, മിഡ് ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ മിഡ് ക്യാപ് ഇൻഡെക്സ് 1.1% ഉയർന്നു. ടോട്ടൽ സെക്ടറിലെ പെർഫോമൻസ് നോക്കിയാൽ ഒട്ടുമിക്ക സെക്ടറുകളും ഇന്ന് പോസിറ്റീവ് മൂവ്മെൻ്റ് ആണ് നടത്തിയത്. RBIയുടെ അൺഎക്സ്പെക്റ്റഡ് 50 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് സ്ട്രോങ് എക്കോണമിക് ഗ്രോത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ടാണ് വിലയിരുത്തുന്നത്. ഇത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കൂടാതെ US-ഉം ചൈനയും തമ്മിൽ വ്യാപാര സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി ലണ്ടനിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത് ഏഷ്യൻ മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് പോസിറ്റീവായി നിലനിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. അമേരിക്കൻ എക്കോണമിയിൽ സ്ലോ ഡൗൺ പ്രതീക്ഷിച്ചടുത്ത് മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും മികച്ച രീതിയിലുള്ള ജോബ് ഡാറ്റ വന്നതിനെ തുടർന്നാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ ഇൻഡെക്സുകളൊക്കെ 1% ഉയർന്നത്. ഇതെല്ലാം ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് പോസിറ്റീവായി നിലനിർത്തുന്നതിന് പിന്നിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു. RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെ ഇമ്പാക്റ്റും RBI ഗോൾഡ് ലോണുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ ലഘൂകരിച്ചതിൻ്റെയും പശ്ചാത്തലത്തിൽ ഇന്ന് ഗോൾഡ് ലെൻഡിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളായ മുത്തൂറ്റ് ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകളിലൊക്കെ മികച്ച ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. മണപ്പുറം ഫിനാൻസ് 7%, മുത്തൂറ്റ് ഫിനാൻസ് 4% ഉയരുകയും ചെയ്തു. ഫിനാൻസ് സെക്ടറിലെ ബജാജ് ഫിനാൻസ്, ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ സ്റ്റോക്കുകളും ഇന്ന് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. കൂടാതെ ജിയോ ഫിനാൻഷ്യൽ സർവീസ് ഇന്ന് 3.8%, കൊട്ടക് മഹീന്ദ്ര ബാങ്ക് 3.25%, ബജാജ് ഫിനാൻസ് 2.6% ഉയരുകയും ചെയ്തു. ഒട്ടുമിക്ക സെക്ടറുകളിലെയും പെർഫോമൻസ് നോക്കിയാൽ പോസിറ്റീവ് മൊമെൻറ്റം പ്രകടമായിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെ പശ്ചാത്തലത്തിൽ PSU ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ അവിടെ ഇൻഡിസിസീവ്നെസ്സിനെ സൂചിപ്പിക്കുന്ന ഒരു സ്മാൾ ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതേസമയം 24,500, 25,100 എന്ന പ്രധാന റെസിസ്റ്റൻസ് സോൺ അല്ലെങ്കിൽ ഒരു പ്രധാന റേഞ്ച് മാർക്കറ്റ് ഇന്ന് ബ്രേക്ക് ചെയ്ത് 25,100 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്തു. ഡെയിലി ക്യാൻഡിൽ പാറ്റേണിൽ 25,000-നും 25,100-നും ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട്. വരും സമയങ്ങളിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ 25,000-ന് അടുത്തേക്കോ അല്ലെങ്കിൽ 24,900 വരെയോ മാർക്കറ്റ് ഇടിയാനും സാധ്യതയുണ്ട്. എന്നാലും 24,700-ന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം അപ്സൈഡ് മൊമെൻറ്റം തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇവിടെ നിന്നും 25,500 വരെയുള്ള മൂവ്മെൻറ്റ് നമ്മൾക്ക് ഷോർട്ട് ടൈമിൽ അല്ലെങ്കിൽ മീഡിയം ടൈം പോയിൻ്റ് ഓഫ് വ്യൂ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക 25,250, 25,350 തുടങ്ങിയ ലെവലുകളാണ്. 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ 24,800 മാർക്കറ്റിൻ്റെ ഒരു ക്രൂഷ്യൽ സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ ഏറ്റവും മേജർ സപ്പോർട്ടായി പ്രവർത്തിക്കുക 24,700 എന്ന ലെവലാണ്. ഇനി മാർക്കറ്റിൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ്. ഇവിടെ റെയിൽവേ സെക്ടറിലെയും മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഉദാഹരണം ഇർക്കോണിൻ്റെ പെർഫോമൻസ് നമ്മൾ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ അക്കാര്യം വ്യക്തമാവുകയും ചെയ്യും. റെയിൽവേ സെക്ടറിലെ സ്റ്റോക്കുകളും PSU ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളും വരും സമയങ്ങളിൽ ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ടെന്നാണ് ഒട്ടുമിക്ക അനലിസ്റ്റുകളും പറയുന്നത്. കൂടാതെ റെയിൽവേ സെക്ടറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആയിരുന്നു വന്ദേ ഭാരത് ചെയർ കാറുകൾ ഇന്ത്യൻ റെയിൽവേ നിർത്തലാക്കാൻ പോകുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ്. ചെയർ കാറുകൾക്ക് പകരം ഇനി വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളായിരിക്കും ഇന്ത്യൻ റെയിൽവേ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അതായത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളിലൊക്കെ വരും സമയങ്ങളിൽ ഡീസൻറ്റ് പെർഫോമൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ 3 കമ്പനികളുടെ ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി അല്ലെങ്കിൽ ഒരു കൺസോർഷ്യമാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. BEML, കൈനറ്റ് റെയിൽവേ സൊല്യൂഷൻ, ടിറ്റാഗർ റെയിൽ സിസ്റ്റം തുടങ്ങിയ 3 കമ്പനികൾ ചേർന്നുള്ള ഒരു കൺസോർഷ്യമാണ് ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതിൽ കൈനറ്റ് റെയിൽവേ സൊല്യൂഷനാണ് സുപ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നത്. വന്ദേ ഭാരത്
സ്ലീപ്പർ ട്രെയിനുകളുടെ ബോഡി പാർട്ടും പ്രസിഷൻ ജിഗും ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നത് കൈനറ്റ് റെയിൽവേ സൊല്യൂഷൻ എന്ന കമ്പനിയാണ്. കൈനറ്റ് റെയിൽവേ സൊല്യൂഷൻ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ലോഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2027 ഫിനാൻഷ്യൽ ഇയറോടുകൂടി വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഓടി തുടങ്ങുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം 1920ഓളം വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ കോച്ചുകളുടെ 6.5 ബില്യൺ കോൺട്രാക്റ്റിൻ്റെ ഓർഡർ ഈ കൺസോർഷ്യം കമ്പനിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് ടിറ്റഗാർ റെയിൽ സിസ്റ്റം എന്ന സ്റ്റോക്കാണ്. ടിറ്റഗാർ എന്ന സ്റ്റോക്കിൻ്റെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്രേക്കൗട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമ്മൾക്ക് കാണാൻ സാധിക്കും. 955 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. കൂടാതെ ഓൾ ടൈം ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിലും ലഭിക്കുന്ന സ്റ്റോക്കാണ്. 1800 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് 750 രൂപ വരെ ഇടിയുകയും 750 സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിനു ശേഷം 955 ഒരു ബ്രേക്കൗട്ടിന് വേണ്ടി ഒരുങ്ങുകയുമാണ് ടിറ്റഗാർ റെയിൽ സിസ്റ്റം. മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും കഴിഞ്ഞ 2 മാസമായി സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം പ്രകടമാണെന്ന് കാണാൻ സാധിക്കും. ഇവിടെ 930 രൂപയുടെയോ അല്ലെങ്കിൽ 910 രൂപയുടെയോ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 1200, 1250 പോലുള്ള ടാർഗറ്റുകളാണ് ടിറ്റഗാർ റെയിൽ സിസ്റ്റം എന്ന സ്റ്റോക്കിൽ നമ്മൾ എയിം ചെയ്യേണ്ടത്. ടിറ്റഗാർ റെയിൽ സിസ്റ്റം പോലെ തന്നെ റെയിൽവേ സെക്ടറിലെ ജൂപ്പിറ്റർ വാഗൺ എന്ന സ്റ്റോക്കും അട്രാക്റ്റീവ് പ്രൈസിൽ ലഭിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഇന്നത്തെ ദിവസം 2% ബൈയിങ് മൊമെൻറ്റം വരികയും 407 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. 748 52 വീക്ക് ഹൈ 52 വീക്ക് ഹൈയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 40%-ലേറെ ഡിസ്കൗണ്ടിലാണ് ഈ 2 സ്റ്റോക്കുകളും ലഭിക്കുന്നത്. ഇനി ടിറ്റഗാർ റെയിൽ സിസ്റ്റവും ജൂപ്പിറ്റർ റെയിൽ സിസ്റ്റം തുടങ്ങിയ 2 കമ്പനികളുടെ ഓർഡർ ബുക്ക് നമ്മൾ പരിശോധിച്ചാൽ ടിറ്റഗാർ റെയിൽ സിസ്റ്റത്തിന് ഏകദേശം 11,500 വാഗൺ മാനുഫാക്ചർ ചെയ്യാനുള്ള ഓർഡറാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ 1581 മെട്രോ, വന്ദേ ഭാരത് തുടങ്ങിയ കോച്ചുകളുണ്ട്. ഏകദേശം 1200 കോടി രൂപയുടെ ഓർഡർ 2025 ഫിനാൻഷ്യൽ ഇയറിൽ വിവിധ ബിസിനസ് സെഗ്മെൻറ്റിൽ നിന്നും കമ്പനിക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. ജൂപ്പിറ്റർ വാഗൺ സിസ്റ്റം എന്ന കമ്പനിയുടെ ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ അവിടെ 6303 കോടി രൂപയുടെ ഓർഡറാണുള്ളത്. ഈ 2 സ്റ്റോക്കുകളെയും നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. 2 സ്റ്റോക്കുകളും മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട്. കൂടാതെ ഓൾ ടൈം ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്നു. ടിറ്റഗാർ റെയിൽ സിസ്റ്റം എന്ന സ്റ്റോക്ക് കഴിഞ്ഞ 2 വർഷം കൊണ്ട് 144% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. കഴിഞ്ഞ 1 വർഷം കൊണ്ട് സ്റ്റോക്ക് 20%-ഓളം ഇടിയുകയും ചെയ്തു. ഇൻവെസ്റ്റേഴ്സിന് മൾട്ടി ബാഗർ റിട്ടേൺ 3 വർഷം കൊണ്ട് അതായത് ഏകദേശം 822%-ഓളം റിട്ടേൺ നൽകി. ജൂപ്പിറ്റർ വാഗൺ എന്ന സ്റ്റോക്കും കഴിഞ്ഞ 1 വർഷം കൊണ്ട് 30%-ഓളം ഇടിഞ്ഞു. 2 വർഷം കൊണ്ട് 200%-അടുത്തും 3 വർഷം കൊണ്ട് 580%-അടുത്തും 5 വർഷം കൊണ്ട് 3193%-അടുത്തും റിട്ടേൺ നൽകിയ റെയിൽ സെക്ടറിലെ സ്റ്റോക്കാണ്. ജൂപ്പിറ്റർ വാഗൺ ലിമിറ്റഡിൻ്റെ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും ടിറ്റഗാറിന് സമാനമായ ക്യാൻഡിൽ പാറ്റേൺ കാണാൻ സാധിക്കും. 750 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് 300 രൂപ വരെ ഇടിയുകയും 300-ൽ ബേസ് ഫോം ചെയ്ത് ഹയർ സൈഡിലേക്ക് നീങ്ങുകയുമാണ്. റീസെൻ്റ്ലി സ്റ്റോക്ക് 400 എന്ന ലെവൽ മറികടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹയർ ലോ ഹയർ ഹൈ രീതിയിലുള്ള ഒരു ബുള്ളിഷ് പാറ്റേണാണ് JWL അല്ലെങ്കിൽ ജൂപ്പിറ്റർ വാഗൺ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്